ഹലോ മെറ്റ്സ്, സോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ വർഷത്തെ ഏറ്റവും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മലയാളം സിനിമ, അതായത് ഈ വർഷം അവസാനമായിട്ട് ഇനി ഇറങ്ങാൻ പോകുന്ന മോസ്റ്റ് ഹൈപ്പഡ് സിനിമ ആയിട്ടുള്ള മാർക്കമാണ്. ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ റിലീസോട് കൂടിയാണ് ഈ സിനിമ 20-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ ആ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഞാൻ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ ബറോസിനെ കുറിച്ചായിരുന്നു. അതിനകത്ത് ഇഷ്ടംപോലെ കമന്റ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരുന്നു. പക്ഷെ എങ്കിൽ കൂടി ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും ജെന്യൂൻലി മോഹൻലാൽ ഫാൻസിനെ ചൊറിയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഒന്നുമല്ല. കാരണം ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ബറോസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ സിനിമയാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു എക്സ്പെരിമെന്റൽ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ ബഡ്ജറ്റ് ഒരു ഫാന്റസി 3D പടം ഇറക്കാന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമൊന്നുമല്ല. അത്രയും ഹൈ ബഡ്ജറ്റോട് കൂടി തന്നെയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷൻ കോസ്റ്റ് അത്രത്തോളം ആയിട്ടുണ്ട്. കാരണം എല്ലാ ടെക്നിക്കൽ ക്രൂവും ടെക്നിക്കൽ സൈഡ് എല്ലാം ഫോറിനേഴ്സാണ്. അതുപോലെ തന്നെ എല്ലാ പരിപാടിക്കും, അതായത് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നല്ല ചെലവായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിനൊരു ഡിസേർവ് ചെയ്യുന്ന ഒരു ഹൈപ്പ് ഇതുവരെ അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ബോക്സ് ഓഫീസല്ലേ, ബോക്സ് ഓഫീസിൽ പടം ജയിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കളക്ഷൻ അടിച്ചിരിക്കണം. ഹൈപ്പ് ഉണ്ടോ ഹൈപ്പില്ല എന്നൊന്നുമല്ല. സോ അതിന് ഞാനത് നെഗറ്റീവ് രീതിയിൽ പറഞ്ഞ പോലെയാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. സോ ആ കമന്റ് ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. സോറി, നിങ്ങൾക്ക് അത് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞാനത് ഇന്റൻഷനലി നിങ്ങളെ നെഗറ്റീവ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ആ സിനിമ സക്സസ് ആയാൽ നമുക്ക് തന്നെയാണ് ഗുണം. പക്ഷെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു പ്രോപ്പർ അപ്ഡേറ്റോ പ്രോപ്പർ പ്രൊമോഷൻ വർക്കോ ഒന്നും തന്നെ നടന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ റിലീസിനെ ബാധിക്കുന്നുള്ള കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളൂ. പക്ഷെ അതാരും നെഗറ്റീവായിട്ട് എടുക്കേണ്ടതില്ല. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ എന്റെ ഒരു എനർജി ലെവൽ കുറച്ച് കമ്മിയായിരിക്കും, വേറെ ഒന്നുമില്ല. 2-3 ദിവസമായിട്ട് എനിക്ക് ഫീവർ ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ക്ഷീണം നല്ല പോലെ ഉണ്ട്. സോ എനിക്ക് ടോക്ക് ചെയ്യുമ്പോൾ കുറച്ച് അധികമായിട്ട് സ്ട്രെസ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു എനർജി ലെവൽ ഒരു ഫ്ലാറ്റ് രീതിയിലായിരിക്കും. ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയായാലും കുറച്ച് ക്ഷീണം കൂടുതലാണ്. സോ എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ മാളികപ്പുറം ജയ് ഗണേഷ് എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ഉണ്ണിമോഹന്തനെ തന്നെ സ്വന്തം ഫിലിം പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള ഉംഫ് അഥവാ ഉണ്ണിമോഹന്തൻ ഫിലിം അവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അടുത്ത സിനിമയാണ് മാർക്കോ. 20-ാം തീയതിയാണ് എന്റെ റിലീസ് വരുന്നത്. ഈ ഉംഫ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി UMF തന്നെയാണ് വായിക്കുക. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഫണ്ണി രീതിയിൽ ഉംഫ് എന്ന് വായിക്കുന്ന തന്നെ ഉള്ളൂ. സോ അതോട്ടെ. അപ്പോ നമ്മുടെ കാസ്റ്റിംഗ് ക്രൂവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ക്രൂവിന്റെ കാര്യം പറയാം. ഡയറക്ടഡ് ബൈ ഹനീഫ് അദ്ദാനി. പുള്ളിയുടെ സിഗ്നേച്ചർ മേക്കിംഗ് സ്റ്റൈൽ അതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ദെൻ മ്യൂസിക് രവി ബാസൂർ. ഓഫ് കോഴ്സ് ആളെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി ഒരു പാൻ ഇന്ത്യൻ ഒരു സംഭവമാണ്. സോ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പുള്ളിയുടെ കയ്യിൽ ഉറപ്പായിട്ടും ഭദ്രം ആയിരിക്കും. പാട്ടും സൂപ്പർ ആയിരുന്നു വന്നതൊക്കെ. ദെൻ DOP ചന്ദ്രു, എഡിറ്റർ ബൈ ഷമീർ മുഹമ്മദ്. സോ ഇവരൊക്കെ കൂടി പണി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടീസറിൽ കണ്ടാണ്. ഒരു എന്താ പറയാ, ഹൈ ചലഞ്ചിങ് സ്ക്രിപ്റ്റ് തന്നെ ആയിരിക്കും ഇത്. അതായത് മേക്കിംഗ് വൈസ് ആണെങ്കിലും അതിന്റെ ഒരു എന്താ പറയാ, പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഈ 3 സെക്ഷനിലും ഒരു നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ റിലീസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് മാർക്കോ. ദെൻ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു റോ സ്റ്റൈൽ സിനിമ തന്നെ ആയിരിക്കും. നമ്മൾ ടീച്ചറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണിമോഹന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിൽ, ഇപ്പൊ ഈവൻ ജഗദീഷ് ആണെങ്കിൽ പോലും ഒരു ടോട്ടൽ ഡിഫറൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. കാരണം പുള്ളി ഒരു റീസെന്റ് ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ കരിയറിൽ ഇത്രയും മോശപ്പെട്ട ഒരു റോൾ പുള്ളി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മീൻസ് മോശപ്പെട്ടെന്ന് വെച്ചാൽ ക്യാരക്ടർ വൈസ് മോശപ്പെട്ട ഒരു റോൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഹൈ ഇന്റൻസിറ്റിയോടുകൂടിയുള്ള ഒരു സിനിമ തന്നെയാണ് മാർക്കോ. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും A സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 2 മണിക്കൂറും 24 മിനിറ്റുമാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. സോ എന്തായാലും ഔട്ട് ആൻഡ് ഔട്ട് വയലൻസ് ആണ്, പ്രത്യേകിച്ച് ഗ്രാഫിക്കൽ വയലൻസ്. ഐ മീൻ ബ്ലഡ് ഒരു തുടക്കം മുതൽ അവസാനം വരെ ചോരക്കളി തന്നെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും ഹൈ ഇന്റൻസിറ്റി ചോരക്കളി തന്നെ ആയിരിക്കും. ദെൻ ഓഫ് കോഴ്സ് തെറികൾ ഉണ്ടാവും. തെറി മ്യൂട്ട് ചെയ്യാണ്ടിരിക്കട്ടെ, കൂടുതലും ചെയ്യാൻ തന്നെയാണ് ചാൻസ്. കാരണം ഇന്ത്യ ആണല്ലോ, ഇവിടെ പലതും റെസ്ട്രിക്ഷൻ ആണ്. സോ നമുക്ക് അതിന്റെ ഒരു കംപ്ലീറ്റ് ഒറിജിനാലിറ്റി നമുക്ക് ഈ മ്യൂട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ ഒരു നല്ലൊരു ഹൈ ഇന്റൻസിറ്റി സീൻ വരുമ്പോഴും, അതായത് ഗ്രാഫിക്കലി ഭയങ്കര ഈ VFXോട് കൂടെ ഒക്കെ നമുക്ക് ചെയ്യുമല്ലോ, ആ വർക്കൊക്കെ ഈ നമ്മുടെ സെൻസർ ബോർഡ് ഒരു ബ്ലർ ചെയ്യും. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇമ്പാക്റ്റിനെ കംപ്ലീറ്റ്ലി സീറോ ആക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് നമ്മൾ സിനിമയാണെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ പല സിനിമകളും, ഇപ്പൊ ഈവൻ കങ്കുവാല് പോലും ആ ഒരു മുതലയുടെ സീനിൽ താഴെ CG എന്ന് എഴുതി വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. കാരണം നമ്മൾ CG എന്ന് നമുക്ക് പറയാം, ഒറിജിനൽ മുതലെടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് അടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ.
സോ അതിനൊന്നും ആവശ്യമേ ഇല്ല. വേണ്ട സ്ഥലത്ത് മാത്രം സെൻസർ ചെയ്യുന്ന പരിപാടി മാത്രമാണെങ്കിൽ ഓക്കെ. ഇത് പക്ഷെ സിനിമയുടെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള സീനുകളൊക്കെ ഭയങ്കര അതിന് ഇന്റൻസിറ്റി കുറയ്ക്കുന്ന തരത്തിലുള്ള ഈ എഡിറ്റിംഗ് വർക്കൊക്കെയാണ് സെൻസറുകാർ ചെയ്യുന്നത്. ബ്ലറായിട്ടാണെങ്കിലും മ്യൂട്ടായിട്ടാണെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കും. സോ അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒഴിവാക്കാൻ പറ്റിയ നന്നായതിനെ. സോ ദെൻ ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി അതും ഒരു രക്ഷയില്ലാത്ത പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വേണേ പറയാന്നല്ല, ഉറപ്പായിട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒന്നൊരു ഇൻസൈഡ് റിപ്പോർട്ടായിരുന്നു, ഒരു കുട്ടിയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന ഒരു സീക്വൻസ് ഈ സിനിമയിലുണ്ട്. സോ അതൊക്കെ ബ്ലറായിട്ട് തന്നെ ആയിരിക്കും കൂടുതലും കാണിക്കാൻ ചാൻസ്. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഒരു ഇമ്പാക്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഒരു മലയാളം സിനിമയെ അപേക്ഷിച്ച് ഇത്രയും ഹൈ ഇന്റൻസിറ്റിയോടുള്ള ഒരു സീൻ മേ ബി മാർക്കോയിലായിരിക്കും ഫസ്റ്റ് ടൈം നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു പ്രഗ്നന്റ് വുമനോട് ഒരു ടോർച്ചർ ചെയ്യുന്ന ഒരു സീനും കൂടെ ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ അതൊക്കെ ഇനി സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് കളയോ അതോ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുമെന്നും നമുക്ക് അറിയില്ല. വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കേണ്ടി വരും. സോ അത് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് കോംപ്രമൈസ് ഇല്ല. ഇതൊരു സിനിമയാണെന്നുള്ള, അതായത് പലർക്കും ഈ ന്യൂജൻ സിനിമകളോടൊക്കെ വെറുപ്പാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് 80s അമ്മാവന്മാർക്കും 70s ജനിച്ചുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ഇപ്പോഴത്തെ സിനിമയൊക്കെ ഒരു സിനിമയാണെന്നുള്ള രീതിക്ക് പുച്ഛഭാവത്തോടു കൂടി തള്ളി പറയുന്ന ആൾക്കാരുണ്ട്. സോ അവർക്കൊന്നും ഇത് തിയേറ്റർ പരിസരത്ത് പോലും വരാൻ പറ്റാത്ത സിനിമയായിട്ടായിരിക്കും നമുക്കിത് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അത്രയും ഒരു കോംപ്രമൈസും ഇല്ലാത്ത തരത്തിലുള്ള വയലൻസ് ആയിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നത്. സോ എന്തായാലും ഈ സിനിമയുടെ പ്രീ സെയിൽ ആസ് പെർ ദ കറന്റ് സ്റ്റേറ്റസ് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 40 ലക്ഷം ആയിട്ടുണ്ട്. വിച്ച് മീൻസ് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും ഹയസ്റ്റ് ഓപ്പണിംഗ് ആയിരിക്കും മാർക്കോ എന്നുള്ളത്. സോ എന്തായാലും ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു പീക്ക് ബ്ലോക്ക് ബസ്റ്റർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് വെൽവിഷ് ചെയ്യാണ്. സോ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ദെൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ ബറോസിന്റെ വീഡിയോ നെഗറ്റീവ് അടിച്ചതല്ല, ഒന്നുകൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. സോ എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്.